ഞാൻ ഇതിൽ കൂടുതൽ എന്തു വേണമെന്നാ താൻ പറയുന്നത്? ഇനി പോകാനോ അന്വേഷിക്കാനോ ഒരിടം പോലും ബാക്കിയില്ല. ആ CA ശിവപ്രസാദിനോട് വിവരം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു? അന്വേഷിക്കാന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും ഓഫർ കാർഡായി അന്വേഷിക്കാൻ അവർക്ക് പരിമിതികളുണ്ടെന്ന്. അതിലവരെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. അന്ന് അയാൾ നമ്മളെ സഹായിച്ചതുമാണ്. അതുപോലെ എപ്പോഴും വേണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. ഈ കുട്ടി എന്ത് ഭാവിച്ച ദൈവമേ, മനുഷ്യന് സമാധാനം കെടുത്താനായിട്ട്. ഇന്ന് രാത്രിയിലും വന്നില്ലെങ്കിൽ നാളെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. താൻ വിഷമിക്കാതെ. നേരെ ഒരുപാടായിട്ടില്ലല്ലോ. ചിലപ്പോ അവള് വല്ല മൂവിക്കോ മറ്റോ കയറിയിട്ടുണ്ടാവും. നമ്മളെ ഒന്നും ഭയപ്പെടുത്താൻ അവള് മനഃപൂർവ്വം ലേറ്റ് ആവുന്നതായിരിക്കും. ഏതായാലും മാള് അവൾക്കൊപ്പം ഇല്ലല്ലോ, അത്രയും ആശ്വാസം. എന്ന് വെച്ചാ അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെന്നോ? ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ ഗീതേ? മാള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അശ്വതിയും മുരളിയും നമ്മളെ പോലെ ടെൻഷൻ ആവില്ലായിരുന്നോ? അന്നത്തെ പോലെ എല്ലാം വീണ്ടും ആവർത്തിക്കില്ലേ? ഇപ്പൊ അവരെ ഓക്കെ ആണല്ലോ. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. താൻ വിഷമിക്കാതെ. അവളിങ്ങ് വരും. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി പോയി അന്വേഷിക്കാം. Hey, no touching. I'm okay. ഒരു ഗ്ലാസ് ബിയർ മതിയെന്ന് പറഞ്ഞ മോളാ ഇപ്പൊ കുപ്പി 3 എണ്ണം തീർത്തു. അതിനെന്താ കുഴപ്പം? ഞാൻ സ്ട്രോങ് അല്ലേ? പിന്നെ സ്ട്രോങ് അല്ലേ? മച്ചു പൊളിയാണ് കേട്ടാ. അതെ, നമ്മളെ ഈ കമ്പനി ഒന്നുകൂടെ സ്ട്രോങ് ആക്കണം മച്ചു. ഇവിടെ നമുക്കങ്ങ് ദത്തെടുക്കാം. ഐ എം റെഡി. പറഞ്ഞില്ലേ സാറേ, നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റാ. ഒരു ടിക്കറ്റ് എടുക്കുവോ മോളെ? ഒരു ടിക്കറ്റ് എടുക്കും മോളെ. നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റാ. ഒന്നാം സമ്മാനം 70 ലക്ഷം രൂപയാ. ഇത് വെച്ചോ. ടിക്കറ്റ് ഒന്നും വേണ്ട. അയ്യോ, അത് വേണ്ട മോളെ. ടിക്കറ്റ് എടുക്കാമെങ്കിൽ മാത്രം കാശ് വാങ്ങാം. എന്നാ 500 രൂപയുണ്ട്, തന്നേക്ക്. ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കണേ മോളെ. എപ്പോഴാ ആർക്കാ ഭാഗ്യം വരാന്ന് പറയാൻ പറ്റില്ലല്ലോ. പോട്ടെ മോളെ, വലിയ ഉപകാരം. അല്ല, പോവാണോ? അങ്ങനെ അങ്ങ് പോയാലോ? അതെ, ലോട്ടറി കച്ചവടം മാത്രമേ ഉള്ളോ അതോ? നമുക്കിവിടെ വെച്ചൊരു നറുക്കെടുപ്പ് അങ്ങ് നടത്തിയാലോ അളിയാ? അതെ, ഒന്ന് സഹകരിക്കോ? തൊട്ട് പോരുന്നവരെ. ഇവളെ തൊട്ട നിനക്കെന്താ കുഴപ്പം? പൊള്ളൂ? അതെടാ, എനിക്ക് പൊള്ളും. കാണുന്നു നിനക്ക്? അറിയോ?
നമ്മളെപ്പോലെ തിക് ഫ്രണ്ട്സായ രണ്ട് പെൺകുട്ടികൾ. അവരുടെ ഫ്രണ്ട്ഷിപ്പിലും ജീവിതത്തിലും മറ്റുള്ളവർക്ക് സംശയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ടും നമ്മളെക്കുറിച്ച് ക്യാമ്പസിൽ അങ്ങനെ ഒരു കഥ പരക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ നീ വല്ലാതെ ഭയന്നു അല്ലേ? ഇനി ആ രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ ആണാണെങ്കിലോ? അല്ലെങ്കിൽ അവൾക്ക് ആണിന്റെ മനസ്സും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിലും? അപ്പോ വാട്ട് യു മീൻ? എന്തൊക്കെയാ നീ പറയുന്നത്? സത്യം, ഇത്രയും നാൾ നിന്നിൽ നിന്ന് പോലും മറച്ചു വെച്ച് ഞാൻ ഒറ്റയ്ക്ക് മനസ്സിൽ കൊണ്ടു നടന്ന സത്യം. അപ്പു എന്ന ഞാൻ ട്രാൻസ്ജെൻഡർ ഇൻഡിക്കേഷൻസ് ഉള്ളൊരു വ്യക്തിയാണ്. പെണ്ണായി പിറന്നിട്ടും ആണായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരാൾ, a trans man. ഇല്ല, ഇനി അപ്പുവിന്റെ കാര്യം എല്ലാവരിൽ നിന്നും ഇങ്ങനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അറിയട്ടെ, അവളുടെ പ്രശ്നം എന്താണെന്ന് എല്ലാവരോടും തുറന്നു പറയണം. നീ വിഷമിക്കണ്ട മാളു, അവളിങ്ങ് വന്നോളും. എന്താ മോളെ, അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണെങ്കിലും മോളെ അമ്മയോട് പറ. പറയുന്നേ, അമ്മയല്ലേ ചോദിക്കുന്നത്. ധൈര്യമായിട്ട് പറ മാളു. എന്റെ അറിവും സമ്മതവും ഇല്ലാതെ മറ്റാരോടും നീ ഇത് ഷെയർ ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ പിന്നെ അപ്പം ഉണ്ടാവില്ല. ആരൊക്കെ എതിർത്താലും പിണങ്ങിപ്പിരിഞ്ഞാലും നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഒരു മോറൽ സപ്പോർട്ട് മാത്രമല്ല നിന്നിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, ഒപ്പം നിന്നുകൊണ്ടുള്ള ഒരു ലൈഫ് ലോങ് സപ്പോർട്ട്. ഉറപ്പിക്കാമല്ലോ അല്ലേ? ആരൊക്കെ തള്ളി പറഞ്ഞാലും നീ എൻ്റെ കൂടെ ഉണ്ടാവും എനിക്കറിയാം. അതാണ് എൻ്റെ ധൈര്യം. മാളു, എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? എന്താടാ, എന്ത് പറ്റി? മാളു, ഒന്നുമില്ലടാ, അപ്പു ഇങ്ങ് വരും. മോളെ മാളു, കരയില്ലേടാ?